കാലം നീണ്ടുനിന്ന് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇതാ പ്രൗഢോജ്വല സമാപനം. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ആദ്യ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം. ഗോൾഡ് കപ്പാണ് പുരസ്കാരമായി നൽകുന്നത്. 117 പവന്റെ ഗോൾഡ് കപ്പ് തിരുവനന്തപുരം ജില്ല 1825 പോയിന്റ്സ്. The Chief Minister's Gold Cup goes to the overall champions, Thiruvananthapuram. അത്ലറ്റിക്സിൽ മലപ്പുറമാണ് ചാമ്പ്യന്മാർ. സ്കൂളുകളിൽ 4ാം തവണയും മലപ്പുറത്തിന്റെ ഐഡിയൽ കടകശ്ശേരി 1ാമത്. അടുത്ത വർഷം കണ്ണൂരിലാണ് സ്കൂൾ കായികമേള. അപ്പോ കപ്പ് വാങ്ങിയ ചുണക്കുട്ടികൾക്കൊപ്പം നമ്മുടെ രുചീഷ് രവീന്ദ്രൻ ചേരുന്നു കായികമേളയുടെ വേദിയിൽ നിന്ന്. രുചീഷ്, അങ്ങനെ ഒരാഴ്ച നീണ്ടു നിന്ന പോരാട്ടത്തിന് ദേ സമാപനമായിരിക്കുന്നു. കപ്പ് വാങ്ങിയ ചുണക്കുട്ടികൾ ഒപ്പമുണ്ട്. സേതു, അതാണ് തിരുവനന്തപുരം ടീം വലിയ ആവേശത്തിൽ. അവർക്ക് ആദ്യമായി ഉയർത്തുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്വർണ്ണക്കപ്പ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിന് വിട്ടുകൊടുക്കുന്നില്ല. സ്വന്തം മണ്ണിൽ തന്നെ ആ കിരീടം ഉയർത്തിക്കൊണ്ട് ഒരു തുടക്കമിടുകയാണ്. ഇനി കണ്ണൂരിലും മാറ്റമില്ല എന്ന ആ ആത്മവിശ്വാസമാണ് ഈ ടീമിനുള്ളത്. എത്രത്തോളം ആവേശം, പ്രത്യേകിച്ച് വലിയ ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ കിരീടം. തിരുവനന്തപുരം വളരെ ശക്തമായ മുന്നേറ്റമാണ് ഗെയിംസിലും നടത്തിയിരിക്കുന്നത്. ഈ വർഷം അത്ലറ്റിക്സിൽ മികച്ച പ്രകടനം നടത്തുവാനായിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന വർഷവും ഇതിനേക്കാൾ കൂടുതൽ മികച്ച പ്രകടനത്തോടു കൂടി ഏകദേശം 2000-ലേക്ക് പോയിന്റ് എത്തിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ കായിക. നിലവിൽ ഗെയിംസിലും അക്വാട്ടിക്സിലും ഒന്നും എതിരാളികളില്ല. ഇനി അത്ലറ്റിക്സിൽ കൂടി ശ്രദ്ധിക്കണം. ഗെയിംസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്നത്. അത്ലറ്റിക്സിൽ നമ്മൾ വളരെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ജീവരാജ സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ, നമ്മുടെ തിരുവനന്തപുരത്ത് മറ്റ് പൊതുവിദ്യാലയങ്ങൾ ഉൾപ്പെടെ അത്ലറ്റിക്സിലും നല്ല പ്രകടനം കാഴ്ചവെച്ചു. വരുന്ന വർഷവും കൂടുതൽ മികച്ച അത്ലറ്റിക്സിൽ കൂടി നമ്മൾ കൂടുതൽ പോയിന്റ് പിടിക്കും. സമീപകാലത്ത് നോക്കുമ്പോൾ ഈ പോരാട്ടങ്ങൾ കൂടുന്നുണ്ട് അത്ലറ്റിക്സിലൊക്കെ. അപ്പോൾ കൂടുതൽ മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടോ മനസ്സിൽ പദ്ധതികൾ? തീർച്ചയായിട്ടും നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റ് സ്പോർട്സ് അക്കാദമികൾ കേന്ദ്രീകരിച്ച് നമ്മുടെ നല്ല മികച്ച രീതിയിലുള്ള പരിശീലനങ്ങൾ നടന്നു വരുന്നുണ്ട്. വരുന്ന വർഷവും കൂടുതൽ മികവിലേക്ക് എത്തുവാനാണ് നമ്മൾ തിരുവനന്തപുരം ജില്ല ഒന്നാകെ ശ്രമിക്കുന്നത്. സേതുലക്ഷ്മി, നമുക്ക് കുട്ടിത്താരങ്ങൾ കൂടിയുണ്ട്. ഇവരാണ് ഈ കപ്പ് വാങ്ങുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും. കാരണം എത്രത്തോളം സന്തോഷം തോന്നുന്നുണ്ട് ഒരു കപ്പ് കിരീടത്തിലേക്ക് എത്തുന്ന ആദ്യമായ ഒരു സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുകയാണ് എല്ലാവരും. നല്ല സന്തോഷമുണ്ട്. ഇനി നമ്മള് കപ്പ് ആർക്കും വിട്ടുകൊടുക്കൂല, കുറച്ചും കൂടെ പോയിന്റ്സ് കൂട്ടാൻ നോക്കും. അടുത്ത വർഷം നമ്മൾ ഈ കപ്പിനെ വീണ്ടും ഇതവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള കളി തുടരും. അതെ, എന്തായാലും ആ പരിശീലനവും എല്ലാം തുടരും എന്ന് തന്നെയാണ് ടീം പറയുന്നത്. വലിയ ആവേശം കാണാം. നമ്മൾ ആദ്യത്തെ കപ്പ് അത് തിരുവനന്തപുരം തന്നെ നേടി. ഇനി കണ്ണൂരിലും കാണാം എന്ന് തന്നെയാണ് ടീം പറയുന്നത്. കായികമേള വേദിയിൽ നിന്ന് അക്ഷയ്ക്കൊപ്പം രുചീഷ് രവീന്ദ്രൻ, ടീം ന്യൂസ് മലയാളം.